ഏറ്റവും പ്രധാന കാര്യം ഇപ്പോൾ ഇന്ന് ഈ പൊങ്കാല നടക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ കാലാവസ്ഥാ വകുപ്പ് ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. വലിയ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശം അതത് ജില്ലകളിൽ നൽകണമെന്ന് ഭരണകൂടങ്ങളോട് അറിയിച്ചിരുന്നു. അതുപ്രകാരം വലിയ നിർദ്ദേശം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കൃത്യമായി വെള്ളം കുടിക്കണം, കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പൊങ്കാല നമ്മൾ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പുക കാരണം അങ്ങോട്ടേക്ക് കാഴ്ച കാണാൻ പറ്റുന്നില്ല. കാഴ്ച മങ്ങുന്ന അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അങ്ങ് ദൂരെ കണ്ടെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പൊങ്കാലയടുപ്പുകൾ, അവിടെ എല്ലാം അഗ്നി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരവരുടെ അടുപ്പുകളിൽ തിളച്ചു പൊങ്ങുമ്പോൾ, പായസം തിളച്ചു പൊങ്ങുമ്പോൾ കുരവയിട്ട് തങ്ങളുടെ ആഗ്രഹം, തങ്ങൾ പറഞ്ഞ കാര്യം അത് ദേവി നടത്തിത്തരുമെന്ന് ആശ്വസിക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത്. വലിയ കൂട്ടായ്മ, എല്ലാ സഹകരണത്തോടെയും പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ, ഞങ്ങൾ എന്ന വേർതിരിവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വനിതാ കൂട്ടായ്മയാണ് ഈ പൊങ്കാല എന്ന് നമുക്ക് പറയാൻ സാധിക്കും, നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോഴും ഒരടുപ്പ് കൂട്ടാൻ സ്ഥലം തരുമോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറയുന്നവർ വളരെ കുറവാണ്. അവരെ കൂടി ഇരുത്തി, അതാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാലയുടെ പ്രത്യേകതയും. എല്ലാവരും പറയും, തിരുവനന്തപുരത്തുകാർ അല്ലാത്തവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ആതിഥേയത്വത്തെ കുറിച്ചാണ്. വലിയ ചൂടുണ്ട്, വെള്ളം കുടിക്കണമെന്ന നിർദ്ദേശം അത് കൃത്യമായി പാലിക്കുന്നു. കൃത്യമായി വെള്ളം ഇവർക്കൊക്കെ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സന്നദ്ധ സംഘടനകളുടെ മിടുക്ക് തന്നെയാണ്. അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കണക്കെടുത്താലും വെള്ളം കൊടുക്കുന്നതിന്റെ കണക്കെടുത്താലും ഒക്കെ പലരും പിരിവൊന്നും എടുക്കാതെ അവരുടെ തന്നെ അധ്വാനത്തിന്റെ ഒരു ഫലം ഒരു കൊല്ലത്തെ പൊങ്കാലയ്ക്കായി മാറ്റിവെച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന കാഴ്ച അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്, അതിലേറെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉച്ചഭക്ഷണം കൊടുക്കുന്നവർ ആയിരങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. 8,000 പേർക്ക്